ആഘോഷിക്കുന്ന ഈ വേദിയിൽ ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം. നമ്മുടെ കഥാനായകൻ ആരാ? അതെ, മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉറ്റ സുഹൃത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്റെ കഥയുടെ പേര് ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ജീവിതം. എല്ലാവരും കഥ ശ്രദ്ധിച്ചു കേൾക്കണേ. അന്നൊരിക്കൽ പള്ളിയിൽ ജമാഅത്ത് നിസ്കാരം നടക്കുകയാണ്. സ്വഹാബത്ത് എല്ലാവരും ഉണ്ട്. നിസ്കാരം കഴിഞ്ഞ് പതിവ് ഔറാദുകൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിഞ്ഞു നോക്കി. സിദ്ദീഖ് തങ്ങളെ മാത്രം കാണുന്നില്ലല്ലോ. ഒരു ജമാഅത്ത് പോലും ഒഴിവാക്കാത്ത അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് എന്തു പറ്റി? കാര്യം അന്വേഷിക്കാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളെ പറഞ്ഞു വിട്ടു. സ്വഹാബികൾ സിദ്ദീഖ് തങ്ങളുടെ വീട്ടിൽ ചെന്നപ്പോൾ സിദ്ദീഖ് തങ്ങൾ വീട്ടിനകത്ത് ഇരിക്കുകയാണ്. പുറത്തിറങ്ങുന്നില്ല. കാര്യം അന്വേഷിച്ചപ്പോൾ ഉടുക്കാൻ വസ്ത്രമില്ലെന്ന് പറഞ്ഞു. ഞാൻ ജമാഅത്തിനായി പുറപ്പെടുമ്പോൾ ഒരു യാചകൻ വരികയും എന്തെങ്കിലും ഒന്ന് തരുമോ എന്ന് ചോദിക്കുകയും ചെയ്തപ്പോൾ എന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ഒരു കൂട്ടം വസ്ത്രം ഞാൻ അവർക്കു നൽകി. ചോദിച്ചു വരുന്നവരെ വെറുതെ ഏക്കരുതെന്നല്ലേ അല്ലാഹു തആല പഠിപ്പിച്ചത്. പിന്നെ എങ്ങനെ ഞാൻ അവരെ വെറുതെ ഏക്കും? അതുകൊണ്ട് എനിക്ക് പള്ളിയിൽ വരാൻ വസ്ത്രമില്ലാതായി. സിദ്ദീഖ് തങ്ങൾ ഉണ്ടായ സംഭവങ്ങളെല്ലാം സ്വഹാബികളോട് പറഞ്ഞു. സ്വഹാബികൾ ഈ വിവരവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പോൾ തന്നെ ഒരു കൂട്ടം വസ്ത്രം കൊടുത്തയച്ചു. സിദ്ദീഖ് തങ്ങൾ അത് വേഗം ധരിക്കുകയും പള്ളിയിൽ വരികയും നിസ്കരിക്കുകയും റബ്ബിനോട് ദുആ ചെയ്യുകയും ചെയ്തു. ദുആഇന്റെ നീളം കൂടി വന്നു. കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി. എന്റെ റബ്ബേ, എന്നോട് പൊറുക്കണമേ. ഞാനൊരു വക്ത് ജമാഅത്ത് ഒഴിവാക്കി പോയി. അതുകൊണ്ട് റബ്ബേ, ഞാൻ സ്വർഗത്തിന് അവകാശിയല്ലെങ്കിലും എനിക്ക് നരകതീയെ സഹിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് റബ്ബേ, എന്റെ ദോഷം നീ പൊറുത്തു തരണമേ അല്ലാ. എനിക്ക് പൊറുത്തു തരണമേ നാഥാ എന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. നോക്കൂ കൂട്ടുകാരെ, എന്തൊരു ജീവിതമാണ് ഇവരുടേത്. ചെയ്തത് തെറ്റല്ല, എങ്കിലും ശക്തമായ കാരണമുണ്ടായിട്ടും ഒരു വക്ത് ജമാഅത്ത് ഒഴിവാക്കിയതിന്റെ പേരിൽ അത് വലിയ തെറ്റായി കണ്ടേ അവർ റബ്ബിനോട് ദുആ ചെയ്തു. അതുകൊണ്ടാണ് അവർ വിജയിച്ചത്. നമുക്കും വിജയിക്കേണ്ടേ? നാം ഒന്ന് ആലോചിച്ചു നോക്കണം. നമ്മൾ എത്ര ഫർളുകളാണ് ഒരു കാരണവുമില്ലാതെ ഒഴിവാക്കുന്നത്? അല്ലാഹു തആല നമുക്ക് തഖ്വ നൽകി അനുഗ്രഹിക്കട്ടെ.